ഇന്നത്തെ അറിയിപ്പുകൾ. കേരളത്തിലെ +1 ഏകജാലക പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 3 hscap.kerala.gov.in വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 2 വർഷ ദൈർഘ്യമുള്ള +1 കോഴ്സിൽ ആകെ 6 വിഷയങ്ങളാണ് പഠിക്കേണ്ടത്. ഇംഗ്ലീഷാണ് രണ്ടാം ഭാഷ. കൂടാതെ 4 ഓപ്ഷണൽ വിഷയങ്ങൾ. മലയാളം മുതൽ ഫ്രഞ്ച് വരെ നിരവധി ഭാഷാ വിഷയങ്ങൾ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാനാകും. മൊത്തം 45 ഓപ്ഷണൽ കോമ്പിനേഷനുകളാണ് ലഭ്യമായിരിക്കുന്നത്. ഇവ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നീ 3 വിഭാഗങ്ങളിലായി തിരിച്ചിട്ടുണ്ട്. സയൻസ് വിഭാഗത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയാണ്. ഹിസ്റ്ററി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജേർണലിസം തുടങ്ങിയ വിഷയങ്ങൾ ഹ്യൂമാനിറ്റീസിൽ ഉൾപ്പെടുന്നു. കൊമേഴ്സ് വിഭാഗത്തിൽ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ എല്ലാ സ്കൂളുകളിലും എല്ലാ ഭാഷാ വിഷയങ്ങളും കോമ്പിനേഷനുകളും ലഭ്യമാകണമെന്നില്ല. ജില്ലാടിസ്ഥാനത്തിൽ സ്കൂളുകളുടെ ലഭ്യമായ വിഷയങ്ങൾ അറിയാൻ hscap വെബ്സൈറ്റ് വഴി പരിശോധിക്കാമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പൊതുമേഖലാ ധനകാര്യ സ്ഥാപനമായ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ ബിരുദധാരികൾക്ക് അപ്രന്റീസ് ആകാൻ അവസരം. കേരളത്തിലുൾപ്പെടെ ആകെ 635 ഒഴിവുകളുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ജൂൺ 6 അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി. ആകെയുള്ള 635 ഒഴിവുകളിൽ കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലായി 5 ഒഴിവുകളാണ് ഉള്ളത്. അഴിമതി ദൃശ്യങ്ങൾ പകർത്തി നൽകുന്ന പൊതുജനങ്ങൾക്ക് 5000 രൂപ സമ്മാനം നൽകും. ശ്രദ്ധേയമായി പ്രൊജക്ട് സീറോ പദ്ധതിയിലെ പ്രഖ്യാപനം. അഴിമതിരഹിത കേരളം ലക്ഷ്യമിട്ട് വിജിലൻസിൽ പ്രോജക്ട് സീറോ പദ്ധതി പ്രഖ്യാപിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഴിമതി നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്ന പൊതുജനങ്ങൾക്ക് 5000 രൂപ സമ്മാനം നൽകും. അഴിമതിക്കുള്ള സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കി തടയും. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും നേതാക്കളും വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരിക്കുമെന്നും മന്ത്രി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ സേവനങ്ങൾ ലഭിക്കാൻ പണം നൽകുന്നത് ജനങ്ങൾ അവസാനിപ്പിക്കണമെന്നും അഴിമതിക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ധൈര്യപൂർവ്വം കൈമാറണമെന്നും ചെന്നിത്തല പറഞ്ഞു. അഴിമതിയെക്കുറിച്ച് നൽകുന്ന വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. സർക്കാർ വകുപ്പുകളിലും സഹകരണ മേഖലയിലും വിജിലൻസ് സാന്നിധ്യം ശക്തമാക്കും. വിജിലൻസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരമൊരുക്കും. ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം പ്രോസിക്യൂഷൻ അനുമതി വേഗത്തിൽ ലഭ്യമാക്കാൻ വിവിധ വകുപ്പ് മേധാവികളുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. അഴിമതി സംബന്ധിച്ച് ലഭിക്കുന്ന പരാതികൾ നിർമ്മിത ബുദ്ധി വഴിയാകും വിശകലനം ചെയ്യുക. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.